മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 38. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നഗരത്തിൽ പെട്ടെന്നാണ് ഹർത്താൽ പ്രഖ്യാപിക്കപ്പെട്ടത്. ജനങ്ങൾ പരിഭ്രാന്തരായി കിട്ടിയ വാഹനങ്ങൾ കയറി പരക്കം പാഞ്ഞു. എന്നാൽ വൃദ്ധ ദമ്പതികളായ ജോണിനും അന്നയ്ക്കും തിരക്കുമൂലം ആ വാഹനത്തിലൊന്നും കയറി പറ്റാൻ കഴിഞ്ഞില്ല. നിരാശരായ അവർ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് പിറ്റേന്ന് രാവിലെ നാട്ടിലേക്ക് യാത്ര തിരിക്കാമെന്ന് കണക്കുകൂട്ടി. പല ഹോട്ടലിലും കയറി ഇറങ്ങിയെങ്കിലും അവിടെയൊന്നും അന്ന് മുറി ഒഴിവില്ല എന്ന മറുപടിയാണ് ഉണ്ടായത്. അവസാന ശ്രമമെന്ന നിലയിൽ അവർ അടുത്തു കണ്ട ഒരു ഹോട്ടലിൽ കൂടി കയറി. അതിന്റെ മാനേജർ പറഞ്ഞു, ക്ഷമിക്കണം, ഇവിടെ മുറി ഒന്നും ഒഴിവില്ല. വൃദ്ധ ദമ്പതികളുടെ കണ്ണിൽ നിരാശയും ഭയവും നിറയുന്നത് അയാൾ കണ്ടു. തീർത്തും പരിക്ഷീണമാരായ അവരെ മടക്കി അയക്കുവാൻ മാനേജർക്ക് മടി തോന്നി. അയാൾ പറഞ്ഞു, ഏതായാലും നിങ്ങളെ ഞാനിവിടെ നിന്നും മടക്കി വിടുന്നില്ല. എന്റെ മുറിയിൽ ഇന്നത്തെ രാത്രി തങ്ങിക്കൊള്ളൂ. പ്രത്യാശാനിർഭരമായ വാക്കുകൾ അവരുടെ ഹൃദയത്തിന് കുളിർമയായി. ആ മനുഷ്യന് നന്ദി പറഞ്ഞുകൊണ്ട് അയാൾ ചൂണ്ടിക്കാട്ടിയ മുറിയിൽ അവർ തങ്ങി. അടുത്ത പ്രഭാതത്തിൽ ദമ്പതികൾ യാത്രയ്ക്കൊരുങ്ങി. കൗണ്ടറിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ജോൺ തിരികെ വന്ന് മാനേജരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഹോട്ടൽ മാനേജ് ചെയ്യേണ്ടവനല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഹോട്ടൽ നിർമ്മിക്കും. അത് കേട്ട് മാനേജർ പുഞ്ചിരിച്ചു. പലരും ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ നൽകി കടന്നു പോകാറുണ്ട്. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മാനേജർക്ക് ഒരു രജിസ്റ്റർ കത്ത് കിട്ടി. മുമ്പ് മുറിയിൽ താമസിച്ച വൃദ്ധനായ ജോണിന്റേതായിരുന്നു ആ കത്ത്. താൻ പുതുതായി നിർമ്മിച്ച ആധുനിക സൗകര്യമുള്ള ഹോട്ടൽ ഏറ്റു നടത്തുവാനുള്ള ക്ഷണമായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം. അതെ, നമ്മള് എന്താണ് മറ്റുള്ളവർക്ക് നൽകുന്നത്, അത് തന്നെ ദൈവത്തിന്റെ പരിപാലനയും നമുക്ക് ലഭിക്കും എന്ന വലിയ സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ തന്നെ നൽകുന്നവരായി മാറുവാൻ പരിശ്രമിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി, എപ്പോഴും എപ്പോഴും എന്നേക്കും.